5 വർഷം കൊണ്ടുള്ള വീട് പണി ഉണ്ടാവും. കുറച്ചെടുത്ത് ഇപ്പൊ ഇവിടെ എത്തി. 5 കൊല്ലം കൊണ്ടുള്ള പരിപാടിയാണ്. ഇനിയും ഒരുപാട് ബാക്കിയാണ്. ഇനിയിപ്പോൾ എത്ര കൊല്ലം വേണ്ടിയില്ലാവും. ഇൻഷാ അല്ലാ ചെറിയ പെരയിടാം. ആകെ 1000-1500 സ്ക്വയർ ഫീറ്റാണ്. 5 കൊല്ലം 2020 അത് തുടങ്ങിയത്. ഇവിടെ എത്തി കുറച്ചീച്ച തുടങ്ങി കുറച്ചീച്ച അങ്ങനെ ബാലൻസ് വെച്ചു. കുറേ കടാക്കിയതാണ്. ഇതിലേക്ക് കയറിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം പിറ്റത്തെ മാസമൊക്കെ കയറണം. അടിയിൽ വല്ല കാർപ്പറ്റൊക്കെ ഇട്ടിട്ട് കയറണമെന്ന് കരുതുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ് സാധാരണക്കാർ പറയാറ്. സാധാരണക്കാർ പറഞ്ഞാൽ സാധാരണക്കാരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുറച്ചീച്ച ഇങ്ങനെ ബാലൻസ് വരും. അതിൽ കൂലി കിട്ടിയാൽ, ശമ്പളം കിട്ടിയാൽ വീട്ടു ചെലവ് കച്ചണം, വാടക കച്ചണം, കുട്ടികളെ പഠിപ്പ് കച്ചണം, ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ കുറച്ചീച്ച ഇങ്ങനെ എടുത്ത് വെച്ചുണ്ടാക്കിയതാണ്. ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയാവും. പിന്നെ എത്തൊക്കെയാണ് എല്ലാവരും വർത്താനം. ഇതാണ് നമ്മളെ കൊട്ടാരം. ഇതിലേക്കൊന്ന് കയറാനിപ്പോൾ കാലം കുറച്ചായി കേൾക്കണം. ടൈൽസൊന്നും ഇട്ടിട്ടില്ല. അതൊക്കെ ബാത്റൂമിൻ്റെ ആണ്. അതാണ് നമ്മളെ പൈതങ്ങൾ കീടങ്ങൾ കണ്ടങ്ങ് വണ്ടി കളിക്കുന്നത്. ഒരു തീട്ടാടെ ഒരു ചെത്തലപ്പുറത്തുണ്ടാവും. ഇതാ കിടക്കുന്നത്. ഒരു ഉൾപ്രദേശത്താണ് കേട്ടോ. അങ്ങാടിയിലൊന്നും സ്ഥലം വാങ്ങാനും പൈസ ഇതിലൊന്നുമില്ല, സാമ്പത്തികമൊന്നും നമ്മുടെ അടുത്തില്ല. അപ്പോൾ സാധാരണക്കാരനല്ലേ. പിന്നെ ഇതൊക്കെ തന്നെയാണ് നമ്മളെ അവസ്ഥ. നമ്മൾ ടാപ്പിങ് അതിന് കുറേ കാലം സൗദി അറേബ്യയിലതിന് കുറേ അഭംഗം കെട്ടിച്ചാനും കടങ്ങളും മറിച്ചും പ്രാരാബ്ദങ്ങളൊക്കെ എല്ലാം ഇതിൻ്റെ അടിയിൽ കൂടെ ഉണ്ടാക്കിയതാണ്. ഒക്കെ തീർന്നിട്ട് കിട്ടണ്ടേ. ഇതൊക്കെയാണ് നമ്മളെ അവസ്ഥ. എന്ന് തീരുമാവത്. ഇതിലൊന്ന് കടന്നു തുടങ്ങിയിട്ട് വെച്ചാൽ മതി. എന്തായാലും കുറച്ചും കൂടി ബാക്കിയുണ്ട്. ശരിയാവും.